നമസ്കാരം. ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഒരു ടാസ്ക് കിട്ടുമ്പോൾ അത് എന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് വേണം കളിക്കാൻ. ഇവിടെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും 2 ടീമാണ് പുറത്തു പോയത്. ഒന്ന് ജിസേലിൻ്റെ ടീം, 2 രേണു സുധിയുടെ ടീമും. രേണു സുധിയുടെ ടീമിലാണെങ്കിൽ ഷാനവാസ്, അക്ബർ ഉണ്ടായിട്ടും അവർ ഈ രണ്ടാം റൗണ്ടിൽ തന്നെ പുറത്തു പോയെന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് കേട്ടോ. അവർക്ക് ഈ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നൊരു പ്ലാനിങ് ഇല്ലാതെ പോയി. രേണുവിൻ്റെ തലയിൽ തൊപ്പി വെച്ച് കൊടുത്തത് തന്നെ അവരെടുത്തൊരു മണ്ടൻ തീരുമാനമായി പോയി കേട്ടോ. അല്ല, അക്ബറിൻ്റെ തലയിലോ മറ്റോ ആയിരുന്നു തൊപ്പിയെങ്കിൽ ഈ ടാസ്കിൽ എന്തായാലും അവർക്ക് വിജയിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണമായിരുന്നു. എന്നാലും അവർ ഈ ടാസ്കിൽ നിന്ന് പുറത്തായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ജിസേലിൻ്റെ ടീമിന് വലിയ നഷ്ടം തന്നെയാണ്. ജിസേലിൻ്റെ തലയിൽ തൊപ്പി വെച്ച തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു. അവർ നല്ല സ്മാർട്ടായിട്ട് തന്നെ ഗെയിമൊക്കെ കളിച്ചു, നല്ല ഓടി നടന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ തൊപ്പി നഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവിൽ ആ ഒരു പോർഷൻ അവരെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ജിസേലിന് നല്ല കാര്യമായിട്ട് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലോ. ആ ഒരു പോർഷൻ കട്ടാക്കിയത് കൊണ്ട് എങ്ങനെയാണ് തൊപ്പി നഷ്ടപ്പെട്ടതെന്ന് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം, ചിലപ്പോൾ ഈ ലൈവിൽ കാണിക്കാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും എപ്പിസോഡിൽ കാണാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ 2 ടീമും കാര്യമായിട്ട് തന്നെ പുറത്തായി.